ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹധന്യരായ വിദ്യാർത്ഥികളെ, ഞങ്ങളിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എസ്കുലേറ്ററെ പറ്റി പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം, നമ്മൾ കയറിയിറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ ഒരു ചലിക്കുന്ന ഒരു മോഡലാണ് എസ്കുലേറ്റർ എന്ന് പറയുന്നത്. ഇത് കൂടുതലായി മാളുകളിലും വലിയ ബിൽഡിങ്ങുകളിലും കാണപ്പെടുന്നു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ചലിക്കുന്ന ഗോവണി അഥവാ എസ്കുലേറ്റർ കണ്ടുപിടിച്ചത് ഏകദേശം 1892 മാർച്ച് 15 ഇതിൻ്റെ ഉപഭോക്താവ് GC റീനോ എന്ന് പറയുന്ന എഞ്ചിനീയറാണ് ഇതിനെ കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ മറ്റു വലിയ മെഷീനുകളെ പോലെ ഇതിൻ്റെ ബാക്കിൽ വലിയ ഒരു സങ്കീർണ പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല. എങ്കിലും വളരെ ഒരു ലളിതമായ ഭാരമുള്ള പ്രോസസ്സാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നത്. മോട്ടർ ഒരു ഇലക്ട്രിക് എനർജി ഒരു യാന്ത്രിക ഊർജമായി മാറുകയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു എസ്കുലേറ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ, ആ ഒരു സ്റ്റെപ്പ് ചെയിനുകൾ നമ്മൾ ഒരു ത്രെഡ് പ്ലേറ്റിലാണ് നാം സ്ട്രക്ചർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെയാണ് നാം ത്രെഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിലാണ് ഈ ഒരു സ്റ്റെപ്പുകളുടെ ആ ഒരു ചെയിനിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ എസ്കലേറ്ററിൻ്റെ മുകളിലും താഴെയുമുള്ള ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ച് ചലിപ്പിക്കുന്ന ഒരു ജോഡി ചെയിൻ ആ സ്റ്റെപ്പിനെ മുഴുവൻ മുന്നോട്ട് ചലിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെ പല ടൈപ്പിലുള്ള എസ്കലേറ്ററുകളും ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു പിടിക്കുന്ന ഭാഗം ഇതിനോടൊപ്പം കറങ്ങിയാലാണ് ഇതിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ആ ഒരു സഞ്ചാരത്തെ ഏറ്റവും സുഗമമായി ഈ ഒരു സഞ്ചാരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സഞ്ചാരം നിന്നു പോകും. അതുകൊണ്ടാണ് ചലിക്കുന്ന പിടിയും ഈ എസ്കുലേറ്ററിനോടൊപ്പം തന്നെ ഘടിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ ഇലക്ട്രിക് മോട്ടർ എസ്കുലേറ്റർ ചെയിൻ ചലിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ ശക്തി യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രിക് മോട്ടറാണ് നൽകുന്നത്. കാര്യമായി ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഇലക്ട്രിക് മോട്ടർ തന്നെയാണ്. ഇത്രയൊക്കെ മനസ്സിലായെങ്കിലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഈ യഥാർത്ഥത്തിൽ കാണുന്ന എസ്കുലേറ്ററിൻ്റെ സ്റ്റെപ്പിനിടയിലൂടെ ചെറിയ വരകൾ കാണുന്നുണ്ട്. അത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ ആ ഒരു ലൈന് എന്നുള്ളത് നേരെ ചെന്നെത്തുന്നത് ഈ ഒരു ത്രെഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞ പോർഷനിലാണ് അത് ചെന്നെത്തുന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വല്ല വസ്തുക്കളും നമ്മളിൽ നിന്നും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ത്രെഡ് പ്ലേറ്റിലൂടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ചെയിന് കടത്തിവിടുന്നത്. അതിനുവേണ്ടിയാണ് ആ ഒരു ലൈനുകൾ ആ ഒരു സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഈ എസ്കുലേറ്റർ കണ്ടെടുത്ത് ഇതിൻ്റെ വൈദ്യുതോർജം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് പിന്നീട് ഇതിൻ്റെ വ്യത്യസ്ത തരം സെൻസറുകളെ ഈ ഒരു എസ്കുലേറ്റർ മുന്നോട്ട് വെച്ചത്. ഈ ഒരു സെൻസറിൻ്റെ ഉപയോഗം വന്നതിന് ശേഷം തന്നെ ധാരാളം വൈദ്യുത ഊർജം ഇതിൽ നിന്നും ലാഭിക്കാൻ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു എസ്കലേറ്ററിനെ പറ്റി ഇവിടെ പരിചയപ്പെടുത്താനുള്ളത്.